ഏവർക്കും നാട്ടുകോശന്റെ തിരുവാതിരാശംസകൾ. തിരുവാതിരയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂവപ്പായസം. കൂവപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മലയാളികളുടെ മനസ്സിൽ തിരുവാതിരയ്ക്ക് ഇന്നും പ്രാധാന്യമുണ്ട്. തിരുവാതിരയ്ക്കാണ് വീടുകളിൽ സ്ത്രീകൾക്ക് ഭക്ഷിക്കാനായി ഉണ്ടാകുന്ന ഒരു പ്രധാന വിഭവമാണ് കൂവപ്പായസം. പണ്ടുകാലത്തിന് കൂവ വരകളെന്നും പറയാറുണ്ട്. ഏതായാലും ചൂടുകാലത്തിനെ അതിജീവിക്കാൻ കൂവ കൊണ്ടുള്ള ഈ വിഭവം ഏറെ ഗുണകരമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. സ്വാദിഷ്ടമായ കൂവപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂവപ്പൊടി എടുത്ത് അതിൽ വെള്ളമൊഴിച്ച് അതിനെ നല്ലവണ്ണം ദ്രാവക രൂപത്തിലാക്കുന്നു. അതിന് മുന്നോടിയായി കുറച്ച് നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ച് ചട്ടിയിൽ നെയ്യൊഴിച്ച ശേഷം അതിനെ നല്ലവണ്ണം നെയ്യിൽ വറുത്ത് എടുക്കണം. അതിനോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നിലക്കടല, ജീരകം, പഴം എന്നിവയും കൂട്ടി യോജിപ്പിച്ച് നല്ലവണ്ണം ഇളക്കിയ ശേഷം നേരത്തെ ദ്രാവക രൂപത്തിലാക്കി വെച്ച കൂവപ്പൊടി ചട്ടിയിലേക്ക് പാർന്ന് നല്ലവണ്ണം ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. കുറച്ചു നേരം ഇളക്കിയ ശേഷം അതിൽ കുറച്ച് ശർക്കര ഇടാവുന്നതാണ്. ശർക്കരയും അരഞ്ഞു ചേരുന്നതോടൊപ്പം കൂവയും മിശ്രിതമാകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാവുന്നതാണ്. തുറന്ന് നല്ലവണ്ണം ഇളക്കി വേവിച്ച് എടുക്കണം. ഏകദേശം നല്ല ചുവപ്പ് നിറമാകുമ്പോഴേക്കും കൂവപ്പായസം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാകും. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംബെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ്, കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066.